നിങ്ങൾ സമുദ്രത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ ചുറ്റും നോക്കുന്നു. കര കാണാനില്ല. കിലോമീറ്ററുകളോളം സമുദ്രം മാത്രം. നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കണം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ കരയിലല്ല. മറിച്ച് 400 കിലോമീറ്റർ മുകളിൽ ബഹിരാകാശത്താണ്. അതെ, നമ്മൾ നിൽക്കുന്നത് പോയിന്റ് നിമോയിലാണ്. ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും രക്ഷിക്കാൻ വരില്ല. നമ്മൾ ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ സംസാരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലത്തെക്കുറിച്ചാണ്. എവിടെയാണ് ഈ സ്ഥലം? സൗത്ത് പസഫിക് ഓഷന് നടുവിൽ. കരയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള പോയിന്റ്. ഇവിടുന്ന് ഏറ്റവും അടുത്ത കരയിലേക്ക് 2688 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെയുള്ള ദൂരം. ഇവിടേക്ക് കപ്പലുകൾ വരാറില്ല. വിമാനങ്ങൾ പറക്കാറില്ല. ജീവികൾ പോലും ഇവിടെ വളരെ കുറവാണ്. കാരണം സമുദ്രപ്രവാഹം കാരണം പോഷകങ്ങളുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾക്കോ മറ്റ് ജീവികൾക്കോ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ഡെഡ് ഓഷ്യനാണ്. ഇവിടെ നിശബ്ദത മാത്രമാണുള്ളത്. പക്ഷേ ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാസ ഇതിനെ വിളിക്കുന്നത് ബഹിരാകാശ പേടകങ്ങളുടെ ശവപ്പറമ്പ് എന്നാണ്. കാരണം ഉപയോഗം കഴിഞ്ഞ സാറ്റലൈറ്റുകളും റോക്കറ്റുകളും സ്പേസ് സ്റ്റേഷനുകളും ഒക്കെ ഭൂമിയിലേക്ക് തിരിച്ചിറക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇതാണ്. കാരണം ഇവിടെ ആരും താമസിക്കുന്നില്ല. കപ്പലുകളോ മറ്റോ പോകുന്നുമില്ല. റഷ്യയുടെ പഴയ മിർ സ്പേസ് സ്റ്റേഷൻ ഇവിടെയാണ് കിടക്കുന്നത്. 260-ലധികം സാറ്റലൈറ്റുകളും കടലിന്റെ അടിത്തട്ടിലുണ്ട്. ഏറ്റവും വലിയ കാര്യമെന്തെന്നാൽ 2031-ൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രവർത്തനം അവസാനിക്കുമ്പോൾ ഇവിടെയായിരിക്കും ക്രാഷ് ലാൻഡ് ചെയ്യിക്കുന്നത്. അതൊരു വലിയ സ്ഫോടനമായിരിക്കും. ഇത്രയും ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ദ ബ്ലൂപ്പ് എന്ന ഭീകരശബ്ദം കേട്ടത് ഈ പോയിന്റ് നിമോയ്ക്ക് അടുത്ത് വെച്ചാണ്. അതുപോലെ തന്നെ എച്ച്.പി. ലവ്ക്രാഫ്റ്റിന്റെ കഥയിലെ കടൽ രാക്ഷസൻ താമസിക്കുന്നതും ഈ പോയിന്റ് നിമോയുടെ അടുത്താണ്. ശാസ്ത്രീയമായി നോക്കിയാൽ പോലും ഇവിടെയുള്ള ഏകാന്തത മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. വോൾവോ ഓഷ്യൻ റേസിലെ കപ്പലുകൾ ഇതിലൂടെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതാണ്. സഹായത്തിനായി ആരും വരില്ല എന്നുള്ള ചിന്ത തന്നെ മതിയാകും ഒരാളെ ഭ്രാന്തരാക്കാൻ. പോയിന്റ് നീമോ മനുഷ്യനെ കീഴടക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ മനുഷ്യനെ വേണ്ടാത്തൊരിടം. ഇത് സമുദ്രം എത്ര വിശാലമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ ചെലവഴിക്കാൻ? ഇവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടാകില്ല. കൂട്ടിന് മീനുകൾ പോലും കാണില്ല. കമന്റ് ചെയ്യൂ. നാളെ നമ്മൾ പോകുന്നത് ഇതിലും താഴേക്കാണ്. എവറസ്റ്റ് കൊടുമുടി ഇറക്കി വെച്ചാൽ പോലും മുങ്ങിപ്പോകുന്ന താഴം. മരിയാന ട്രെഞ്ചും അവിടുത്തെ വിചിത്ര ജീവികളും. ദിസ് ഈസ് ഐവിൻ ജോസ് സൈനിങ് ഓഫ്.